ഇന്ത്യ ഇന്ന് ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര നീക്കങ്ങളെ പരിഹസിച്ചവർക്കും ഇന്ത്യയിൽ എണ്ണ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന് പ്രവചിച്ചവർക്കും കൃത്യമായ മറുപടി നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൈനീസ് തീരങ്ങളിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങിയിരുന്ന റഷ്യൻ എണ്ണക്കപ്പലുകൾ കടലിൽ വെച്ച് യു-ടേൺ അടിച്ച് ഭാരതത്തിലേക്ക് വരികയാണ്. ഇത് കേവലം ഒരു കപ്പലിന്റെ ഗതിമാറ്റമല്ല, മറിച്ച് ലോകത്തെ വൻ ശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒന്നാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ശത്രു രാജ്യങ്ങൾക്ക് പതറി നിൽക്കാൻ മാത്രമേ മോദി എന്ന നയതന്ത്രന് മുന്നിൽ കഴിയുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുമെന്നും റഷ്യയുമായുള്ള ബന്ധം തകരുമെന്നും പലരും പറഞ്ഞു പരത്തിയിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധങ്ങൾ വന്നപ്പോൾ ഇന്ത്യ ഒറ്റപ്പെടുമെന്നും മോദി സർക്കാരിന്റെ വിദേശ നയം പരാജയപ്പെടുമെന്നും അവർ ആഗ്രഹിച്ചു. എന്നാൽ ആ വിമർശകരുടെ എല്ലാം വായടുപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ലോകം മുഴുവൻ എണ്ണയ്ക്കായി നെട്ടോട്ട് മൂടുമ്പോഴും ഭാരതം വളരെ സുരക്ഷിതമായി തങ്ങളുടെ എണ്ണ ശേഖരം വർദ്ധിപ്പിക്കുകയാണ്. ഇത് വെറുതെ സംഭവിച്ചതല്ല. മോദി സർക്കാർ നടത്തിയ കൃത്യമായ പ്ലാനിങ്ങിന്റെയും കരുത്തുറ്റ നയതന്ത്രത്തിന്റെയും ഫലമാണിത്. അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്താനും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. നമുക്ക് വസ്തുതകളിലേക്ക് വരാം. റഷ്യയുടെ ബാൾട്ടിക് കടലിലെ തുറമുഖത്ത് നിന്നും ജനുവരിയിൽ യാത്ര തിരിച്ച അക്വാ ടൈറ്റൻ എന്ന ഭീമൻ എണ്ണക്കപ്പൽ യഥാർത്ഥത്തിൽ ചൈനയിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. ചൈനയിലെ റിസാവോ തുറമുഖമായിരുന്നു അതിന്റെ ലക്ഷ്യം. എന്നാൽ മാർച്ച് പകുതിയോടെ ഈ കപ്പൽ ദക്ഷിണ ചൈന കടലിൽ വെച്ച് അതിന്റെ ഗതി മാറ്റി. എങ്ങോട്ടാണെന്നല്ലേ? ഭാരതത്തിന്റെ ന്യൂ മംഗലാപുരം തുറമുഖത്തേക്ക്. ഇതൊരു കപ്പലിന്റെ മാത്രം കഥയല്ല. സുയസ്മാക്, സൂഷോയ് എൻ ഉൾപ്പെടെ കുറഞ്ഞത് 7 റഷ്യൻ എണ്ണ ടാങ്കറുകളാണ് ചൈനയെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. ചൈനീസ് റിഫൈനറികൾ തങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച എണ്ണയാണ് ഇന്ത്യ ഇപ്പോൾ തന്ത്രപരമായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ചൈനയുടെ ഏഷ്യൻ വിപണിയിലെ കുത്തക തർക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരുന്നത്? അതിന് കാരണം ഇന്ത്യൻ റിഫൈനറികൾ വിപണിയിൽ കാണിക്കുന്ന അസാമാന്യമായ വേഗതയാണ്. അമേരിക്കയുടെ ഇളവുകൾ വന്നതിന് പിന്നാലെ ഇന്ത്യൻ കമ്പനികൾ ആഴ്ചയിൽ ഏകദേശം 30 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണയാണ് ഉറപ്പാക്കിയത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന് കണ്ടപ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങൾ ആലോചിച്ചു നിൽക്കുന്ന സമയത്ത് മോദി സർക്കാർ റഷ്യയുമായി കരാറുകൾ ഉറപ്പിച്ചു. ശത്രു രാജ്യങ്ങൾ പതറുന്നത് ഇവിടെയാണ്. ഇന്ത്യ ഒറ്റപ്പെടുമെന്ന് കരുതിയവർക്ക് മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായി ചൈനയെ വെട്ടിച്ച് ഇന്ത്യ മാറുകയാണ്. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് വഴി രാജ്യത്തെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും ആഭ്യന്തര വിപണിയിൽ വലിയ ആശ്വാസം നൽകാനും ഈ നീക്കത്തിലൂടെ സാധിക്കുകയാണ്. ഡോളറിനെ ആശ്രയിക്കാതെ വ്യാപാരം നടത്താനുള്ള ശ്രമങ്ങളും ഇതിന് പിന്നിലുണ്ട്. ഇന്ന് ഭാരതം പറയുന്നത് ലോകം കേൾക്കുന്നു. അത് പ്രധാനമന്ത്രി മോദിയുടെ നയതന്ത്ര മികവിന്റെ വിജയം തന്നെയാണ്. വിമർശകർ എത്ര തന്നെ പരിഹസിച്ചാലും ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ സർക്കാർ തയ്യാറാണെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ്. ചൈനയെ പിന്നിലാക്കി ആഗോള ഊർജ വിപണിയിൽ ഇന്ത്യ ഇന്ന് നയിക്കുകയാണ്. ഇത്രയും കാലം റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ തങ്ങളാണെന്ന അഹങ്കാരത്തിലായിരുന്നു ചൈന. ലോക വിപണിയിൽ എണ്ണയുടെ വില നിശ്ചയിക്കുന്നതിലും വിതരണം നിയന്ത്രിക്കുന്നതിലും തങ്ങൾക്കാണ് മുൻഗണന എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ചൈനീസ് റിഫൈനറികൾ കൈനീട്ടി കാത്തിരുന്ന എണ്ണ കപ്പലുകളാണ് ഇപ്പോൾ ഇന്ത്യൻ തീരത്തേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നത്. ഇത് ചൈനയുടെ വ്യാപാര തന്ത്രങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ്. റഷ്യയുമായുള്ള ചൈനയുടെ സൗഹൃദത്തെക്കാൾ വിശ്വാസ്യതയും വേഗതയും ഇന്ന് ഭാരതത്തിനുണ്ടെന്ന് ലോകം തിരിച്ചറിയുകയാണ്. ചൈനീസ് കമ്പനികൾ തങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച ഡിസ്കൗണ്ട് നിരക്കിലുള്ള എണ്ണയാണ് ഇന്ത്യ ഇപ്പോൾ തന്ത്രപരമായി സ്വന്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം മുതലെടുത്ത ഏഷ്യൻ വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കാമെന്ന് കരുതിയ ചൈനയുടെ കണക്കുകൂട്ടലുകൾ നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിന് മുന്നിൽ പാളിപ്പോയിരിക്കുകയാണ്. വിതരണ ശൃംഖലയിൽ ഇന്ത്യ കാണിച്ച ഈ വേഗതയും കൃത്യതയും ചൈനയെ പോലൊരു വൻ ശക്തിയെ പോലും അമ്പരിപ്പിച്ചിരിക്കുകയാണ്. സാമ്പത്തിക രംഗത്തും നയതന്ത്ര രംഗത്തും ചൈനയെ പിന്നിലാക്കി ഭാരതം ഒന്നാമതെത്തുന്ന കാഴ്ചയാണിത്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്വന്തം തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നിരുന്ന ഒരു ഇന്ത്യയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അമേരിക്ക വിലക്കിയപ്പോൾ നമ്മളത് അനുസരിക്കേണ്ടി വന്ന സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭാരതം സ്വന്തം താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ വിമർശിച്ചപ്പോൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളല്ല എന്ന് ഉറച്ചു പറയാൻ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞു. ഈ ആത്മവിശ്വാസമാണ് ഇന്ന് ചൈനയെ പോലും പിന്നിലാക്കാൻ നമ്മെ സഹായിക്കുന്നത്.
എന്തുകൊണ്ടാണ് റഷ്യൻ എണ്ണ ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നത്? അതിന് പിന്നിൽ നമ്മുടെ റിഫൈനറികളുടെ സാങ്കേതിക മികവുണ്ട്. റഷ്യയിൽ നിന്നുള്ള യുറൽസ് ക്രൂഡ് ഓയിൽ സംസ്കരിക്കാൻ പ്രത്യേക സാങ്കേതിക വിദ്യ ആവശ്യമാണ്. ഇന്ത്യയിലെ റിലയൻസ്, നയാര എനർജി, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ IOCL എന്നിവയ്ക്ക് ഈ എണ്ണ വളരെ വേഗത്തിലും ലാഭകരമായും പെട്രോളും ഡീസലുമാക്കി മാറ്റാൻ സാധിക്കും. ചൈനീസ് റിഫൈനറികളെക്കാൾ വേഗത്തിൽ പണം നൽകാനും കൃത്യമായ ഇടപാടുകൾ നടത്താനും ഇന്ത്യക്ക് കഴിയുന്നു എന്നതും ടാങ്കറുകൾ ഇങ്ങോട്ട് തിരിയാൻ കാരണമാവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കാരണം കപ്പലുകൾക്ക് ഇൻഷുറൻസ് തുക വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ചെങ്കടലിലൂടെയുള്ള യാത്ര അപകടകരമായതിനാൽ പല കപ്പലുകളും ആഫ്രിക്കൻ വൻകര ചുറ്റിയാണ് വരുന്നത്. ഇത് വലിയ ചിലവ് വരുത്തുകയാണ്. എന്നാൽ റഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നും ബാൾട്ടിക് കടലിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള പുതിയ പാതകൾ വികസിപ്പിക്കാൻ മോദി സർക്കാർ ശ്രമിക്കുകയാണ്. ചൈനയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ എണ്ണ എത്തിക്കാൻ ഇന്ത്യക്ക് ഈ പുതിയ വഴികൾ തുണയാകും. ചൈനയെ വെറും കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് ഏഷ്യയിലെ യഥാർത്ഥ കരുത്തൻ ഭാരതമാണെന്ന് മോദി സർക്കാർ തെളിയിച്ചു കഴിഞ്ഞു. വിമർശകർ എണ്ണ പ്രതിസന്ധിയെക്കുറിച്ച് വിലപിക്കുമ്പോൾ ഇന്ത്യ ലോകത്തിന് എണ്ണ നൽകുന്ന കേന്ദ്രമായി മാറുകയാണ്. ഒരു കാലത്ത് വൻ ശക്തികളുടെ തീരുമാനങ്ങൾക്കായി കാത്തുനിന്നിരുന്ന ഒരു രാജ്യം ഇന്ന് ലോക വിപണിയെ തന്നെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ നയതന്ത്രം പരാജയപ്പെടുമെന്ന് പ്രവചിച്ചവർക്കും ഉപരോധങ്ങളുടെ പേരിൽ ഇന്ത്യയെ ഭയപ്പെടുത്തിയവർക്കും മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നത് കരുത്തുറ്റ ഒരു നവഭാരതമാണ്. റഷ്യൻ എണ്ണ ടാങ്കറുകൾ ചൈനീസ് തീരങ്ങൾ ഉപേക്ഷിച്ച ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് അടുക്കുമ്പോൾ അത് വെറുമൊരു കപ്പൽ ചാലിലെ മാറ്റമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര കൈമാറ്റത്തിന്റെ വിളംബരമാണ്. ചൈനയെ പോലൊരു വൻ ശക്തിയെ സ്വന്തം തട്ടകത്തിൽ വെച്ച് തന്നെ പരാജയപ്പെടുത്താൻ ഭാരതത്തിന് കഴിഞ്ഞു എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഏഷ്യൻ മേഖലയിലെ ബിഗ് ബ്രദർ തങ്ങളാണെന്ന് അഹങ്കരിച്ചിരുന്ന ബീജിംഗിന് ഡൽഹിയിൽ നിന്നുള്ള ഈ മറുപടി അപ്രതീക്ഷിതമായിരുന്നു. യുദ്ധങ്ങളും പ്രതിസന്ധികളും ലോകത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ തന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് എങ്ങനെ സുരക്ഷിതമായ ഒരു പാത ഒരുക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. വിമർശകർ ഇരുട്ടിലിരുന്ന് കുറ്റങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മോദി സർക്കാർ വെളിച്ചം വീശുന്നത് കോടിക്കണക്കിന് ഭാരതീയരുടെ ജീവിതത്തിലേക്കാണ്. ഈ നീക്കത്തിലൂടെ ഭാരതം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്കാണ് ഞങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നത്. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാത്ത സ്വന്തം വഴി സ്വയം വെട്ടിത്തുറക്കുന്ന ഒരു രാജ്യം. പശ്ചിമേഷ്യയിലെ ഈ അന്തരീക്ഷത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ഹബ്ബായി ഭാരതം മാറുന്നത് നിങ്ങൾ കണ്ടു. ഇത് കേവലം എണ്ണയുടെ മാത്രം കഥയല്ല, മറിച്ച് സ്വയം പര്യാപ്തമായ ആത്മവിശ്വാസമുള്ള ഒരു വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണമാണ്. ശത്രു രാജ്യങ്ങൾ പതറട്ടെ, വിമർശകർ വിലപിക്കട്ടെ, പക്ഷേ ഒന്നുറപ്പാണ്, ലോകം ഇന്ന് ഇന്ത്യയെ ഉറ്റുനോക്കുകയാണ്. നരേന്ദ്രമോദി എന്ന നയതന്ത്രന്റെ ഓരോ നീക്കവും വരും തലമുറകൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമായി മാറുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.